Hello everyone, welcome to Patriots. July month 2024 economics current affairs questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പർവ പോർട്ടലിൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ പോർട്ടൽ ലോഞ്ച്ഡ് ബൈ RBI ഫോർ എൻറ്റിറ്റീസ് ടു അപ്ലൈ ഫോർ വേരിയസ് ലൈസൻസ്. RBIയിൽ നിന്ന് വേരിയസ് ലൈസൻസ് ഈസി ആയിട്ട് സുഗമമായിട്ട് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് RBI സ്റ്റാർട്ട് ചെയ്ത പോർട്ടലാണ് പർവ പോർട്ടൽ. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി അപ്ലിക്കേഷൻ വാലിഡേഷൻ ആൻഡ് അതോറൈസേഷൻ. ഇതിൻ്റെ മീനിങ് ടു ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് RBI's റെഗുലേറ്ററി അപ്രൂവൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് 1956 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1956 നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് നോൺ പ്രോഫിറ്റ് എക്കണോമിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച്. ഇത് മെയിനായിട്ടും 4 തീംസാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഗ്രോത്ത്, മാക്രോ, ട്രേഡ് ആൻഡ് എക്കണോമിക് പോളിസി. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ്, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, ലേബർ ആൻഡ് അർബൻ. മൂന്നാമതായിട്ട് വരുന്ന അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെൻറ്റ്. നാലാമത് ഇതിൻ്റെ റിസർച്ചൊക്കെ വരുന്നത് പോവർട്ടി, ഇക്വിറ്റി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്യൂമേഴ്സാണ്. ഈ നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ചാണ്. ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേർണലാണ് മാർജിൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, വിൻഫാൾ ടാക്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, എ വിൻഫാൾ ടാക്സ് ഈസ് എ നോർമലി ഇമ്പോസ്ഡ് അറ്റ് സർഫസ് എബോവ് ദ നോർമൽ ടാക്സ് റേറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, ഇഫ് ദർ ഈസ് എ ഷാർപ്പ് ഡിക്രീസ് ഇൻ ദ റവന്യൂ ഓഫ് എ കമ്പനി ഡ്യൂ ടു ഷാർപ്പ് ഇൻക്രീസ് ഇൻ ദ റവന്യൂ ഓഫ് എ കമ്പനി ഡ്യൂ ടു its internal policies, windfall tax can be imposed. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതായത് വിൻഫാൾ ടാക്സ് ഒരു കമ്പനി, എസ്പെഷ്യലി ഓയിൽ, ഗ്യാസ്, മൈനിങ് ഇങ്ങനെയുള്ള കമ്പനീസ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കമ്പനിക്ക് മേലുള്ള നോർമൽ ടാക്സിന് ഉൾപ്പെടെ അഡീഷണൽ ആയിട്ട് ടാക്സ് ആ കമ്പനിക്ക് മേളിൽ ഉണ്ടാവും. കാരണം ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആ കമ്പനീസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ടുള്ള ടാക്സിനാണ് ഈ വിൻഫാൾ ടാക്സ് എന്ന് പറയുന്നത്. And windfall tax is a type of tax that is levied on companies or individuals who have unexpectedly and dramatically gained large profits, often due to external factors. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമ്മൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ദാറ്റ് സെറ്റ്സ് നാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻസ് ആർ ലീഗലി ബൈൻഡിങ് ഓൺ മെമ്പർ സ്റ്റേറ്റ്സ് വൺസ് ദേ ആർ അഡോപ്റ്റഡ് അറ്റ് ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് ആനുവൽ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമാണ്. ഇതിലെല്ലാ മെമ്പേഴ്സിനും ലീഗലി ബൈൻഡിങ് ആണ് ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, നോൺ പെർഫോമിംഗ് അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 60 days എന്നാണ് പറയുന്നത്. അത് 60 days അല്ല. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഓവർ ഡ്യൂ വരുമ്പോൾ 90 daysന് മുകളിൽ ഓവർ ഡ്യൂ വരുന്നതാണ് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ 100% എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാൻഡേറ്റ് 100% പ്രൊവിഷൻ ഫോർ NPS അണ്ടർ ഓൾ സർക്കംസ്റ്റൻസസ്. ഇത് 100% അല്ല, 70% ആണ്. അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് NPS ബേസായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ 4 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇക്വിറ്റി, മറ്റൊന്ന് കോർപ്പറേറ്റ്, മറ്റൊന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്.
ഈ തന്നിരിക്കുന്നതെല്ലാം ഇൻകറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. ആക്ട് ഓഫ് 2023 ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ദ ലോ മാൻഡേറ്റ്സ് ദ കൺസെൻറ്റ് ഫ്രം ദ ഡേറ്റ ഓണർ ഫോർ വിച്ച് ദ പ്രോസസ്സിംഗ് ഓഫ് ദ ഡേറ്റ വിച്ച് ക്യാൻ ബി വിഡ്രോ ബൈ ദ ഓണർ അറ്റ് എനി ടൈം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ഇറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ പ്രൈസ് ദാറ്റ്സ് ഗവൺമെൻറ് മസ്റ്റ് പേ ഫോർ ദ ഫാമേഴ്സ് ഫോർ ദെയർ പ്രൊഡ്യൂസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് സോൺലി ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്യൂർഡ് ബൈ ദ ഫാമേഴ്സ്. മിനിമം സപ്പോർട്ട് പ്രൈസിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല, വേറെ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് മാർക്കറ്റ് ട്രെൻഡ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇമ്പാക്ട് ഓൺ കൺസ്യൂമേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് അനൗൺസ്ഡ് ഫോർ ഓൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഗ്രോൺ ഇൻ ഇന്ത്യ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് 22 ക്രോപ്സിന് മാത്രമേ ഉള്ളൂ, എല്ലാ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും ഇല്ല. സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് നോട്ട് ലീഗലി ബൈൻഡിങ് ആണ്, നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അതേപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല, മാർക്കറ്റ് ട്രെൻഡ്സ് നോക്കുന്നു, ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കുന്നു, ഇമ്പാക്ട് ഓൺ കൺസ്യൂമേഴ്സും കാര്യങ്ങളെല്ലാം നോക്കുന്നു. മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും ഇല്ല, 22 മേജർ ക്രോപ്സിന് മാത്രമേ ഉള്ളൂ. അതേപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് CACP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിൻറ്റിംഗ് ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആസിയാൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ആസിയാൻ പ്രൊമോട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഇൻ്റർഫറൻസ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് അതർ കൺട്രീസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ആസിയാൻ എയിംസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ കോമൺ കറൻസി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. റീസെൻ്റായിട്ട് ആസിയാൻ എയിംസ് ചെയ്യാൻ അവരുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു കോമൺ കറൻസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 മസാല ബോർഡിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് മസാല ബോണ്ട്സ് ആർ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഫോറിൻ എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം മസാല ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് എൻറ്റിറ്റീസും അല്ലെങ്കിൽ പ്രൈവറ്റ് കോർപ്പറേഷൻസുമാണ്, ഫോറിൻ എൻറ്റിറ്റീസ് അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഹിയർ ദ കറൻസി റിസ്ക് ഈസ് ബോണ്ട് ബൈ ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇൻവെസ്റ്റേഴ്സിനാണ് കറൻസി റിസ്ക് ഉണ്ടാകും, അല്ലാതെ ഇഷ്യൂസിനല്ല ഇൻവെസ്റ്റേഴ്സിനാണ് കറൻസി റിസ്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആയുഷ് ഭാരത് യോജന നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഈ അതോറിറ്റിയാണ് ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ സ്കീം സോഷ്യോ എക്കണോമിക് സെൻസസ് ഓഫ് 2011 ബേസ് ചെയ്തിട്ടാണ്. ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അപ്പോഴത്തേക്കും
സെൻട്രലിൽ നിന്ന് 60% ബഡ്ജറ്റ് വരുന്നു, 40% മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നു. എന്നാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ 10% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: ദ ഗവൺമെന്റ് ഗ്രാൻസ് ദ റൈറ്റ് ടു ഫിനാൻസ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടു എ പ്രൈവറ്റ് പാർട്ടി. ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ബേസ് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ, മെട്രോ പ്രോഗ്രാം ഒരു സ്ഥലത്ത്, ഒരു സിറ്റി, ഒരു ഏരിയയിൽ മെട്രോ സ്റ്റാർട്ട് ചെയ്യാണ്. അതൊരു പ്രൈവറ്റ് കമ്പനി കൊടുക്കുകയാണ്. സോ ഗവൺമെന്റ് ഗ്രാൻസ് ദ റൈറ്റ് ടു ഫിനാൻസ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് ഇൻഫ്രാസ്ട്രക്ചർ ടു എ പ്രൈവറ്റ് പാർട്ടി. ഇത് പ്രകാരം അങ്ങനെ ഗവൺമെന്റ് ഗ്രാൻഡ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: ദ പ്രൈവറ്റ് സെക്ടർ പാർട്ടി ഓൺ ദ അസറ്റ് ഡ്യൂറിംഗ് ദ ടേം ഓഫ് അഗ്രിമെന്റ്. ഈ അഗ്രിമെന്റ് പ്രകാരം പ്രൈവറ്റ് പാർട്ടിക്ക് ആ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, അസറ്റ് ഓൺ ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ഇറ്റ് ഈസ് ആൻ ഓഫൺ യൂസ്ഡ് ടു ബിൽഡ് പവർ സ്റ്റേഷൻസ്, വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. ഈ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ പവർ സ്റ്റേഷൻസിനും വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു PPP മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും PPP മോഡല് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഹൈബ്രിഡ് അനിറ്റി മോഡൽ, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പല തരത്തിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, 4 രാജ്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റും ലാസ്റ്റും, അതായത് തുർക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്നില്ല. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ തുർക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്നില്ല. അസർബൈജാൻ, അർമേനിയ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഈ 4 രാജ്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്. ഇറാൻ വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, റഷ്യ വരുന്നുണ്ട്, അസർബൈജാൻ വരുന്നുണ്ട്, അർമേനിയ വരുന്നുണ്ട്, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ഒമാൻ, സിറിയ, ബൾഗേറിയ, ടർക്കിയൊക്കെ വരുന്നുണ്ട്. തുർക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3 ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ഇങ്ങനെ പറയുന്നത്: ഇറ്റ് ഈസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ കോമ്പറ്റീഷൻ ആക്ട് 2002. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരുന്നു: ഇറ്റ് ഈസ് ഫങ്ഷൻസ് ആസ് ഇന്ത്യസ് പ്രൈമറി അതോറിറ്റി ഓൺ കോമ്പറ്റീഷൻ റെഗുലേഷൻ. കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: ദ കമ്മീഷൻ വാസ് ഫോർമലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ മാർച്ച് 2009. ഈ ആക്ട് 2002 ആണ് വരുന്നത് എങ്കിലും ഫോർമലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2009 ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത്, ഫിനാൻസിന്റെ അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ കറക്റ്റ് ആൻസർ നോട്ട് കറക്റ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15, നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു: നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ്
നാഷണൽ ഹൈവേസ് ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. സി, നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കമ്പനി ആക്ട് ഓഫ് 2013 പ്രകാരമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കീഴിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതേപോലെ it builds and maintains roads in India that bordering neighbor countries. Works include upgrading roads, constructing and new roads and building bridges and tunnels. അതൊക്കെയാണ് ഈ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളെല്ലാം തന്നെ. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ഗ്ലോബൽ ക്രിട്ടിക്കൽ മിനറൽ ഔട്ട്ലുക്ക് ഈസ് എ റിപ്പോർട്ട് ബൈ. ഈ ഗ്ലോബൽ ക്രിട്ടിക്കൽ മിനറൽസ് ഔട്ട്ലുക്ക് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി, ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ് കറക്റ്റ് ആൻസർ. ചോദ്യം ഇതായിരുന്നു, വിച്ച് ഓർഗനൈസേഷൻ സെർവ് ആസ് ദ സെക്രട്ടേറിയറ്റ് ഫോർ ദ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് അണ്ടർ ദ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ ഫോർ organic export in India. Option B ആണ് correct answer. അടുത്ത question number 18. The household consumption expenditure survey in India is primarily conducted by which organization എന്ന് ചോദിച്ചിട്ടുള്ളത്. ഹൗസ്ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ കണ്ടക്ട് ചെയ്യുന്നത് NSSO ആണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO ആണ് ഹൗസ്ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത question number 19. Which of the following aspects does the National Education Society for Tribal Students not explicitly focus on its education approach for students, tribal students? Option D ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റായിട്ട് വരുന്നു ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. Consider the following statements with respect to National Health Mission. ക്വസ്റ്റ്യൻ നമ്പർ 20ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഈസ് വൺ ഓഫ് ഹിസ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സി, നാഷണൽ ഹെൽത്ത് മിഷൻ 2013 ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നത്. ടു അഡ്രസ് ദ മാൽന്യൂട്രീഷൻ ആൻഡ് improve the quality of public health care. Ministry of Health and Family Welfare കീഴിലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ വരുന്നത്. സോ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ മെയിനായിട്ടും 1, റെഡ്യൂസിങ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, 2, റെഡ്യൂസിങ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, 3, റെഡ്യൂസിങ് മലേറിയ ഇൻസിഡൻറ്റ്, 4, എലിമിനേറ്റിംഗ് അനീമിയ, 5, റെഡ്യൂസിങ് ലെപ്രസി, 6, റെഡ്യൂസിങ് മൈക്രോഫിലാരിയ പ്രിവലൻസ്, 7, കൺട്രോളിങ് നോ കമ്മ്യൂണിക്കൽ ഡിസീസസ്, 8, എലിമിനേറ്റിംഗ് കലാസാർ, 9, പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ, 10, പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്. ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഈ 10 വായിച്ചതിൽ ഒന്നിനും തന്നെ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത് വരുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഫോർ പ്രൊമോട്ടിംഗ് ബയോമെഡിക്കൽ റിസർച്ച് ഇൻ ഇന്ത്യ. Indian Council of Medical Research is considered as the apex body for promoting biomedical research in India. First statement is correct. Second statement in it was established after India's independence in 1949. ഈ സ്ഥാപനം ഈ ഒരു ആദ്യം അറിഞ്ഞിരുന്ന പേര് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നാണ്. അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിനെ ആദ്യം അറിഞ്ഞിരുന്നത് ആദ്യത്തെ പേര് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നാണ്. ഇത് 1911 മുതൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഈ ഒരു പേര് വന്നത്. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ഈ പേര് വന്നത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. സോ ഫോർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് റിസീവ്സ് ഫണ്ടിങ്
from the Government of India through the Department of Pharmaceutical under the Ministry of Health and Family Welfare എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് മെയിനായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സർവീസിന് കീഴിലൊക്കെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. റോബോട്ട് ടാക്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. റോബോട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എ ടാക്സ് ഓൺ കമ്പനീസ് ദാറ്റ് റീപ്ലേസ് ഹ്യൂമൻ വർക്കേഴ്സ് വിത്ത് റോബോട്ട്സ് ഓർ ഓട്ടോമേഷൻ. അതായത് ഏതൊക്കെ കമ്പനീസ് ആണോ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് മേളിൽ കൊണ്ടുവരുന്ന ടാക്സിനാണ് റോബോട്ട് ടാക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി ഈസ് എ ഫോറം ഓഫ് 31 countries വിത്ത് എ ഫ്രെയിംവർക്ക് ഓഫ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ്. 31 കൺട്രീസാണ് ഉള്ളത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയിൽ. അവസാനമായി 31ാമതായിട്ട് ചേർന്ന രാജ്യം ലുധാനിയാണ്. സോ 31 കൺട്രീസാണ് ഈ ഓർഗനൈസേഷനിലുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇന്ത്യ ജോയിൻഡ് ആസ് എ മെമ്പർ ഇൻ 2014 എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ഇന്ത്യ ജോയിൻ ചെയ്തത് 2017 തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു ഇൻ്റർനാഷണൽ എനർജി ഏജൻസി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ ഓയിൽ ക്രൈസിസ് ഇൻ 1970s എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1974 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് നോർവേ ഈസ് ദ 31st മെമ്പർ ടു ജോയിൻ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. കാരണം നോർവേയിലെ ലുധാനിയാണ് 31st മെമ്പർ. സോ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എസ്റ്റാബ്ലിഷ് ഫൗണ്ട് ചെയ്തത് 1974. ഇപ്പം 31 മെമ്പേഴ്സാണ് കൺട്രീസാണുള്ളത്. ഇന്ത്യ 2017 ജോയിൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോളിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. അഗ്രികൾച്ചർ സെൻസസ് ഇൻ ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് അഗ്രികൾച്ചർ സെൻസസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് എവറി 3 years എന്ന് പറയുന്നത്. എവറി 3 years 5 years അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അഗ്രികൾച്ചർ സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ബൈ NSSO എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറാണ് കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദ അഗ്രികൾച്ചർ സെൻസസ് ഇൻക്ലൂഡ്സ് ഡേറ്റാസ് ഓൺ ലൈഫ് സ്റ്റോക്ക് ഫിഷറി സെക്ടേഴ്സ് ഇൻ അഡീഷൻ ടു ഓപ്പറേഷണൽ ഹോൾഡിംഗ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ റീസെൻ്റ് ആയിട്ട് 11th അഗ്രികൾച്ചർ സെൻസസ് ആണ് കണ്ടക്ട് ചെയ്തത് 2020-21. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറാണ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ 5 വർഷത്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 26. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമ്മൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ ബേസ് ചെയ്തിട്ട് ഇതിന് മുമ്പും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ലൈസൻസ് ടു പൈലറ്റ്സ് ആൻഡ് അതർ ഏവിയേഷൻ പേഴ്സണൽ ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ഏവിയേഷൻ ഇൻസിഡൻസ് വിത്തിൻ ഇന്ത്യൻ എയർ സ്പേസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ദ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ റെഗുലേറ്റ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ബൈ എൻഫോഴ്സിംഗ് റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. സെക്കൻഡും തേർഡും കറക്റ്റാണ്. സി ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്
ഇത് is an international organization focused on promoting economic cooperation and development among its member countries. അതേപോലെ ഈ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്ന മാഗസീനാണ് ബെറ്റർ ലൈഫ് ഫോർ ലൈഫ് ഇൻഡെക്സ്. അതേപോലെ ഈ ഓർഗനൈസേഷൻ is created international student assessment known as the program for international student assessment. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഈ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നതാണ് ബെറ്റർ ലൈഫ് ഇൻഡെക്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതേപോലെ ദിസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് എ പ്രോഗ്രാം ഫോർ international student assessment which tests the skills and knowledge of 15 all students in the mathematics, reading and science. So first second statement third statement കറക്റ്റാണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അറ്റ് പ്രസൻറ്റ് 38 കൺട്രീസ് ആണുള്ളത്. ഇത് 1916 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ്, ഫ്രാൻസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ആധാർ ആക്ടിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു: ആധാർ ഈസ് മാൻഡേറ്ററി ഫോർ ഒബ്റ്റെയിനിങ് ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് മൊബൈൽ കണക്ഷൻ. ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആധാർ വേണമെന്ന് ഇല്ല. എന്നാൽ ബാങ്ക് അക്കൗണ്ട് എന്തിനൊക്കെ വേണം? പാസ്പോർട്ട് കിട്ടാനും പാൻ കാർഡിനും വോട്ടർ ഐ ഡിക്കും ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ആധാർ മാൻഡേറ്ററി ആണ്. സോ ആധാർ ഇസ് മാൻഡേറ്ററി ഫോർ ആധാർ ബേസ്ഡ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സബ്സിഡി സ്റ്റഡീസിനൊക്കെ ആവശ്യമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ മേക്ക് ആധാർ മാൻഡേറ്ററി ഫോർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫണ്ടഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് കൺസോളിഡേറ്റഡ് ഫണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ബെനിഫിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആധാർ മാൻഡേറ്ററി ആക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് 1957 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ആയുഷ് ഭാരത് സ്കീമിന് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നേരത്തെ നമ്മൾ ആയുഷ്മാൻ ഭാരത് സ്കീമിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെല്ലാം പറഞ്ഞ പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇത് പ്രൈമറിലി ഫോക്കസ് ഓൺ ആയുഷ് ഭാരത് ഈസ് പ്രൊവൈഡഡ് സെക്കൻഡറി ആൻഡ് ടെറിഷറി ഹെൽത്ത് സർവീസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ ഈസ് എ ഫുഡ് ഓർ ഫുഡ് റിലേറ്റഡ് കമ്പോണൻറ്റ് ദാറ്റ് ഇൻറ്റൻസ് ഫോർ ഹെൽത്ത് ബെനിഫിറ്റ്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആർ കൺസിഡേർഡ് ആസ് ഫുഡ് ബൈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. Nutraceuticals are foods or food-based products that provide health benefits. The term is combination of words nutrition and pharmaceuticals. Nutraceuticals are considered food products by Food Safety and Standard Authority of India. അടുത്ത question number 34. Question number 34ന്റെ correct answer option B ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. സിറ്റിസൺ ഫിനാൻഷ്യൽ സൈബർ റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം is a platform that follows citizens to read financial cyber frauds. അതായത് സിറ്റിസൻസിന് ഫിനാൻഷ്യൽ സൈബർ ഫ്രോഡ്സും ബേസ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളും കാര്യങ്ങളും പരാതികളും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് 2021 ലോഞ്ച് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. എക്കണോമിക് സർവേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ദ ഗവൺമെൻറ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർഡ് ടു പ്രസന്റ് എക്കണോമിക് സർവേ അണ്ടർ ദ ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 12 ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ടേബിൾഡ് ഇൻ ദ പാർലമെൻറ്റ് ബൈ ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ.
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ എന്താണ് എക്കണോമിക് സർവേ എന്നുള്ളൊരു നോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് റിവ്യൂ ഓഫ് ദി എക്കണോമി ഓവർ ദ പാസ്റ്റ് ഇയർ ആൻഡ് ഔട്ട്ലൈൻ ദ പ്രോസ്പെക്ട് ഫോർ ദ ഫ്യൂച്ചർ. So, the Chief Economic Advisor of the Government of India advises the government on economic matters and is responsible for the preparation of the Economic Survey of India tabled in Parliament. So, second statement is correct. First statement is incorrect. Question number 36. Manrega based question. Option B is the correct answer. Option B is the correct answer. Question number 37. Sukanya Samriddhi account scheme in the based question. Option A is the correct answer. Option A is the correct answer. അതായത് സുകന്യ സമൃദ്ധി സ്കീം ഗവൺമെൻറ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ഈ സ്കീം. ഈ സ്കീമിൽ എലിജിബിൾ ആകുന്നത് ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആവണം, പാരൻസിന് ഒരു ലീഗൽ ഗാർഡിയന് പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 10 വയസ്സിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു കുടുംബത്തിൽ 2 കുട്ടികൾക്കാണ് ഈ ഒരു അക്കൗണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അക്കൗണ്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത്. NRIs ഈ സ്കീം അവൈലബിൾ അല്ല. മിനിമം ഇനിഷ്യൽ പേയ്മെൻറ്റ്, മിനിമം ഡെപ്പോസിറ്റ് 250 റുപ്പീസാണ്, മാക്സിമം ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ അക്കൗണ്ട് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാം. ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ടാക്സ് എക്സെപ്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ അണ്ടർ ദ സെക്ഷൻ 80C ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. ക്വസ്റ്റ്യൻ നമ്പർ 38 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ആൻഡ് ഡിസമിനേറ്റിംഗ് കൊമേഴ്ഷ്യൽ ഡേറ്റ ഇൻക്ലൂഡിംഗ് ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഈ ഒരു പ്രോഗ്രാം മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിന് കീഴിലാണ് വരുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിന് കീഴിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഈ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ് ഈ ഒരു പബ്ലിഷ് ചെയ്യുന്നത് മന്ത്ലി MIS റിപ്പോർട്ട് ആൻഡ് റിപ്പോർട്ട് ഓൺ പ്രൊമോഷൻ സ്കീംസ്. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. ക്വസ്റ്റ്യൻ നമ്പർ 40ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് വേൾഡ് എക്കണോമിക് ഫോറമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് കൺസേൺ വേൾഡ് വൈഡ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് WIPO ആണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. റിവേഴ്സ് ചാർജ് മെക്കാനിസം അണ്ടർ GST ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നൊരു ഡയഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42 വീണ്ടും ഒരു റിവേഴ്സ് ചാർജ് മെക്കാനിസം GST ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദ പ്രൈം മിനിസ്റ്റർ എന്ന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് എക്കണോമിക്. ഇവിടെ റെസ്പോൺസിബിൾ അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.
തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ന്യൂക്ലിയർ സയൻസിനെ ബേസ് ചെയ്ത് ന്യൂക്ലിയർ റിസർച്ച് നടത്തുന്നുണ്ട്. ഇറ്റ് കംസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. ക്വസ്റ്റ്യൻ നമ്പർ 45ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 45. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെൻറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓപ്ഷൻ ബി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. ഭാരത്മാല പരിയോജന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഫോക്കസ് സോളിലി ഓൺ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹൈവേസ് മാത്രമല്ല ഭാരത് പരിയോജനയുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എക്കണോമിക് കോറിഡോർ വരുന്നുണ്ട്, ഇൻ്റർസ്റ്റേറ്റ് കോറിഡോർസ് വരുന്നുണ്ട്, ബോർഡർ റോഡ്സ് വരുന്നുണ്ട്, കോസ്റ്റൽ ആൻഡ് പോർട്ട്സ് റോഡ് വരുന്നുണ്ട്. അതേപോലെ മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിന് കീഴിലല്ല ഭാരത്മാല പരിയോജന, മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലാണ് വരുന്നത്. ഭാരത്മാല പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലാണ് വരുന്നത്. ഫസ്റ്റ് അനൗൺസ് ചെയ്ത് 2017 and aim to improve road connectivity ആണ്. It focus on enhanced effectiveness of alternate already built infrastructure, multi-modal integration, bridging infrastructure gaps. Question number 48. India-Australia Economic Cooperation and Trade Agreement 2022 ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് നവരത്ന അല്ല, മിനിരത്നയാണ്. മിനിരത്നയാണ് അതിന് സ്റ്റാറ്റസ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് സർവീസസ് ഓവർ എൻറ്റയർ ഇന്ത്യൻ എയർ സ്പേസ് ആൻഡ് അഡ്ജോയിനിങ് ഓഷ്യൻ ഏരിയാസ് വിത്ത് ദ ഗ്രൗണ്ട് ഇൻസ്റ്റാളേഷൻ അറ്റ് ഓൾ എയർപോർട്ട്സ് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51 NCERT ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52 കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം മെയിനായിട്ടും യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ആണ് ഈ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് കറൻ്റ്ലി അപ്ലൈസ് ടു ഇമ്പോർട്ട്സ് ടു ഗുഡ്സ് ബിയോണ്ട് സിമെൻറ്റ്, അയൺ, സ്റ്റീൽ, അലൂമിനിയം, ഫെർട്ടിലൈസേഴ്സ് പറയുന്നു. ബിയോണ്ട് അല്ല, ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 53 ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 53യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വരാൻ കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും ജനറൽ സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ബാധകമല്ല. ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് അവരുടെ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ടാരിഫ് കുറയ്ക്കുന്നു. ഇതിനെയാണ് ജനറൽ സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54. ക്വസ്റ്റ്യൻ നമ്പർ 54ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫ്രണ്ട് റണ്ണിങ്ങിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ബ്രോക്കർ ഓർ ഏജന്റ് എക്സിക്യൂട്ട്സ് ഓർഡേഴ്സ് ഓൺ അക്കൗണ്ട് ahead of client orders to profit from the anticipated movement in stock prices. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. 54ൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 55 ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. ആൻഡ് 2 is the correct explanation of statement 1. Option A is the correct answer. Question 56. US India initiating critical and emerging technology. ഇതിൻ്റെ ബേസിൽ ഫ്യൂച്ചർ ടെക്നോളജീസ് ഏതൊക്കെ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. 4 എണ്ണം കറക്റ്റാണ്. ക്വാണ്ടം ടെക്നോളജി വരുന്നുണ്ട്, സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ വരുന്നു, കൊമേഴ്ഷ്യൽ സ്പേസ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 57. In the recent years, Kenya, Zambia and Ghana caught international attention for which one of the following reasons is common to all of them? ഒന്ന്, ഹൈ ഫോറിൻ ഡെപ്റ്റ്സ് ആണ് ഈ 3 രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 58. GST ആൻറ്റി പ്രോഫിറ്ററിംഗ് ക്ലോസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എൻഷുർ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ടാക്സ് റേറ്റ് റിഡക്ഷൻ ആർ പാസ്ഡ് ഓൺ ടു കൺസ്യൂമേഴ്സ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 59. മറൈൻ മിനറൽ റിസോഴ്സസ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പോളിമെറ്റാലിക് സൾഫൈഡ് ആർ ഫൗണ്ട് ഇൻ ദ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 60. കറൻസീസ് ഓഫ് എഗ്രിമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 61. റീപ്ലേസ് ആക്ഷൻ ഫ്രെയിംവർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എലിമിനേറ്റിംഗ് ട്രാൻസ് ഫാറ്റ് ഫ്രം ഫുഡ് ഐറ്റംസ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. വായിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ 62. പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞാൽ അണ്ടർ ദ സ്കീം ഡൊമസ്റ്റിക് കമ്പനീസ് റിസീവ് ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് കമ്പനീസ് മാത്രമല്ല ഫോറിൻ കമ്പനീസും ഉണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 63. കവർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നമ്മൾ നേരത്തെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 63ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ നോട്ട് കറക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് കവച് സിസ്റ്റം DRDOൻ്റെ കീഴിൽ എന്നാണ് പറയുന്നത്. DRDOൻ്റെ കീഴിലല്ല വരുന്നത്. ഇത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കി വെക്കണം. ഇവിടെ മാപ്പ് വീണ്ടും നൽകിയിട്ടുണ്ട്. നോക്കൂ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. വായിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 65. ക്വസ്റ്റ്യൻ നമ്പർ 65ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ടോട്ടൽ 50% എന്നാണ് പറയുന്നത് ഹൈലി സ്കിൽഡ് ആൻഡ് എംപ്ലോയീസ് മൈഗ്രേഷനിൽ നിന്നും റെമിറ്റൻസ്. ഏറ്റവും കൂടുതൽ രാജ്യം റെമിറ്റൻസ് ഉള്ളത് ഇന്ത്യയാണ്. അതിനുശേഷം മെക്സിക്കോ, പിന്നീട് ചൈന, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ. ഇന്ത്യക്കാണ് കൂടുതൽ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ്. ഇവിടെ 36% ആണ് ഇന്ത്യയിലോട്ട് റെമിറ്റൻസ് ഫ്ലോ നടക്കുന്നതിൽ ഹൈലി സ്കിൽഡ് ഇന്ത്യൻ മൈഗ്രൻസിൽ നിന്ന് 36% ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. കോട്ടൺ കൾട്ടിവേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യ ഇസ് ദ ഓൺലി കൺട്രി ദാറ്റ് ഗ്രോസ് ഓൾ 4 സ്പീഷീസ് ഓഫ് കോട്ടൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് നെസസിറ്റേറ്റ് എ ഹോട്ട് ആൻഡ് സണ്ണി ക്ലൈമറ്റ് വിത്ത് എ ലോങ് ഫ്രോസ്റ്റ് ഫ്രീ പീരീഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 67. കുസ്നെറ്റ്സ് കർവിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ഇൻഇക്വാളിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. കുസ്നെറ്റ്സ് കർവ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. കുസ്നെറ്റ്സ് കർവ് തന്നിട്ടുണ്ട്. ഇൻകം ഇൻഇക്വാളിറ്റി എക്കണോമിക് ഗ്രോത്തിനും ബേസിലുള്ള കർവാണ്, ഗ്രാഫാണ്. ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഇൻഇക്വാളിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68. ഡിജിറ്റൽ MSME സ്കീം ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ് ഡിജിറ്റൽ MSME സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. നമ്മൾ നേരത്തെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ബേസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്.
ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ 1 lakh എന്നാണ് പറയുന്നത്. ഇത് 10 lakh to 50 lakhs ഒക്കെ വരുന്നുണ്ട് പെനാൽറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 70, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 70ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71, നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇറ്റ് റെക്കമെൻഡ് ഫിക്സിംഗ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ് ബേസ്ഡ് ഓൺ C2 പ്ലസ് 50%. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഓഫ് ഫാമേഴ്സ് അല്ല MSME ബേസ് ചെയ്ത് റെക്കമെൻഡേഷൻ ചെയ്യുന്നു. CACP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 72, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഇറ്റ്സ് ദ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ദ ഹെഡ്സ് RBI ആൻഡ് SEBI എന്ന് പറയുന്നത് ഇവർ മാത്രമല്ല ഉള്ളത്. SEBI മറ്റ് മാർക്ക് കമ്മീഷൻസും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 74, കെ ഷേപ്പ് എക്കണോമിക് റിക്കവറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് കോവിഡ് ടൈമിലാണ് ഇത് വരുന്നതെന്നില്ല, ഗ്രേറ്റ് ഡിപ്രഷൻ ഒന്നുമല്ല. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ഗോൾഡൻ ക്രിസ്റ്റൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ രാജ്യങ്ങളാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76, ക്വസ്റ്റ്യൻ നമ്പർ 76ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഈസ് റിലീസ്ഡ് ബൈ RBI. സോറി, ഇവിടെ ഇത് RBI ആണ് റിലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആനുവലി എന്ന് പറയുന്നത്. ആനുവലി അല്ല, ബൈ ആനുവലി ആണ്. ഒരു വർഷം 2 റിപ്പോർട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. എന്നാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന IMF ആണ്. 76ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77, ഡിജി യാത്ര ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ അല്ല, ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് കമ്പനി ആണ്. അതായത് നോൺ പ്രോഫിറ്റ് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78, PC മഹാല ബോൺസ് ബേസിൽ അദ്ദേഹത്തെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോട്ട് കറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. June 29 ആണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ഇന്ത്യൻ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു. അടുത്ത 79, അറക്ക് കോഫി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കൂ. അടുത്ത പ്രോജക്റ്റ് നെക്സസിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 81, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. The amount is transferred to the state government for onward distribution to farmers. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ഡയറക്റ്റ് ആയിട്ട് ഫാമേഴ്സിൻ്റെ അക്കൗണ്ടിൽ വരുന്നതാണ്, ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതാണ്. ഇറ്റ് ഓൾസോ സീക്സ് ₹3,000 എന്നാണ്. 3,000 അല്ല, ഇത് വേറെ സ്കീമാണ്. ഫസ്റ്റ് സ്റ്റേറ്റിൽ പറഞ്ഞ വേറെ സ്കീമാണ്. അതായത് പ്രധാനമന്ത്രി ധൻ യോജന ബേസിലെ ക്വസ്റ്റ്യനാണ്. പെൻഷൻ സ്കീമിന് ഇത് ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്. അത് ₹6,000 അക്കൗണ്ടിൽ വരുന്നത്. മറ്റേത് പെൻഷൻ സ്കീമാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 82, ദ പ്രൈമറി പർപ്പസ് ഓഫ് സാൻഡ് ബോക്സ് ഫിൻടെക് ഇൻഡസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എൻഹാൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഫിൻടെക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ഡിജിറ്റലായിട്ട് ഇപ്പം ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വി ആർ ഓൾ പാർട്ട് ഓഫ് ഫിൻടെക്.
ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ഓഫീസ് ആക്ടിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84 ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമിൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് മിറ്റിഗേറ്റ് ഫ്രോഡ് റിസ്ക് ഇൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 85 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷന് കീഴിലാണ് വരുന്നത്. ഡിജിറ്റൽ ഇന്ത്യയിലും 9 പില്ലേഴ്സാണ് ഉള്ളത്. സോ ഇവിടെ 11 പില്ലേഴ്സ് എന്ന് പറയുന്നത് അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. 9 പില്ലേഴ്സ് ഏതെന്ന് നോക്കാം. ബ്രോഡ്ബാൻഡ്, പബ്ലിക് ഇൻ്റർനെറ്റ്, ഇൻഫർമേഷൻ, ഏർലി ഹാർവസ്റ്റ്, യൂണിവേഴ്സൽ അക്സസ്, IT ഫോർ ജോബ്സ്, ക്രാന്തി, ഗവൺമെൻറ്, ഇലക്ട്രോണിക് മാനുഫാക്ചർ. ഇതിനാണ് 9 പില്ലേഴ്സ്. മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിലാണ് ഇത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86 ലോജിസ്റ്റിക് എഗ്രിമെൻ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ലോജിസ്റ്റിക്സ് പാർട്ട് ഓഫ് എക്കണോമിക്സ് റൈറ്റ്. സോ ലെമോവ ഇന്ത്യ US ബേസ് ചെയ്തുള്ള എഗ്രിമെൻ്റ് ആണ്. ഏതൊരു രാജ്യമായിട്ടും US ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റ് വരുമ്പോൾ അവരുടെ ഫൗണ്ടേഷൻ എഗ്രിമെൻ്റാണ് ലെമോവ കൺസിഡർ ചെയ്യുന്നത്. ഈ ലെമോവ എഗ്രിമെൻ്റ് പ്രകാരം രണ്ട് രാജ്യങ്ങളുടെ മിലിറ്ററി ബേസ് രണ്ട് രാജ്യങ്ങൾക്കും യൂസ് ചെയ്യാം ഈ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 87 കോഡസ് അലിമെന്റാറിസ് എന്ന ബേസിൽ നമ്മൾ നേരത്തെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടു എസ്റ്റാബ്ലിഷ് ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 88 കറക്റ്റ് ആൻസർ വിൻഫാൾ ടാക്സിൻ്റെ ബേസിലാണ്. ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. വിൻഫാൾ ടാക്സ് എന്താണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതിനെ ബേസിൽ ചെയ്തതാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 89 സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടു ഐഡൻറ്റിഫൈ ലോൺസ് ദാറ്റ് ആർ ഓവർ ഡ്യൂ ബട്ട് നോട്ട് ക്ലാസിഫൈഡ് ആസ് നോട്ട് പെർഫോമിംഗ് അസറ്റ്. അതായത് ലോൺ എടുത്ത് 90 ദിവസം അസറ്റിൻ്റെ റീപേ ചെയ്യാനുള്ള 90 ദിവസം കൂടുതൽ മുമ്പേ വരുന്ന ആ അക്കൗണ്ട് കൺസിഡർ ചെയ്യുന്നത്. സ്പെഷ്യലി മെൻഷൻ അക്കൗണ്ട്സ് ദാറ്റ് ഷോ സിംറ്റംസ് ഓഫ് ബാഡ് അസറ്റ് ക്വാളിറ്റി. അതായത് നോൺ പെർഫോമിംഗ് അസറ്റിലോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ആ അക്കൗണ്ട് അവരുടെ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 8 കോർ ഇൻഡസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ടെലികമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. ഇവിടെ നോക്കാം ഏതൊക്കെയാണ് നോക്കിയാൽ മതി. 8 കോർ ഇൻഡസ്ട്രിയിൽ പെട്രോളിയം വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേഷൻ, സ്റ്റീൽ പ്രൊഡക്ഷൻ, കോൾ പ്രൊഡക്ഷൻ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെൻറ്റ് പ്രൊഡക്ഷൻ, ഫെർട്ടിലൈസർ എല്ലാം വരുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 91 റാറ്റൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഇത് ജമ്മു കാശ്മീരിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 92 ബയോഫ്യൂവൽസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡും തേർഡും ഇൻകറക്റ്റ് ആണ്. സെക്കൻഡും തേർഡും ഇൻകറക്റ്റ് ആണ്. കാരണം ഇവിടെ സെക്കൻഡിങ്ങിന് ഒള്ളി ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽസ് ഒള്ളി എന്ന് പറയുന്നത് ഒള്ളി എപ്പോഴും വരുമ്പോൾ എപ്പോഴും ഇൻകറക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. Anyway, this is incorrect. They have higher emission intensity, lower emission. Biofuels are lower emission intensity. Answer ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 93 ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ബേസിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. 9 പില്ലേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്. നമ്മൾ 9 പില്ലേഴ്സ് ഏതൊക്കെയാണ് നേരത്തെ കണ്ടതാണ്. എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 94 ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഇൻഡെക്സിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. വായിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. അതായത് ഇവിടെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് റൂട്ട് ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ് അപ്രൂവൽ വേണ്ട, ഗവൺമെൻറ് റൂട്ട് ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ് അപ്രൂവൽ വേണം. ഇത് രണ്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 96 CBBC ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. CB ഇസ് ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡി. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്.
97 ഹാർഡ് ലാൻഡിങ് സോഫ്റ്റ് ലാൻഡിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുമ്പേ നമ്മൾ ഹാർഡ് ലാൻഡിങ് സോഫ്റ്റ് ലാൻഡിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 98 സ്മോൾ മോഡുലാർ റിയാക്ടറിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. 99 ഫിൻടെക് സെക്ടറിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സുഭാഷ് ചന്ദ്രഗർ കമ്മിറ്റി കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ബേസ്ഡ് ക്വസ്റ്റ്യനോ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് റീഹാബിലിറ്റേഷൻ, ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം, സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ്, ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം പ്രധാനമന്ത്രി ആവാസ് യോജന അർബനിൽ കീഴിൽ വരുന്നു. എല്ലാ സപ്പോർട്ടും. അടുത്ത 101 MSME ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇതിവിടെ എക്സീഡിംഗ് എന്നാണ് പറയുന്നത്. എക്സീഡിംഗ് അല്ല, അപ് ടു ആണ്. അപ് ടു 1 crore ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അടുത്ത 102 ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ബേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 103 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. വീണ്ടും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതോറിറ്റി ബേസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ് തന്നിരിക്കുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ബേസ് ചെയ്താണ്. ഓപ്ഷൻ ഡി സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആദ്യം മണി ലോണ്ടറിങ് വരുന്നു, പിന്നീട് ടെറർ ഫിനാൻസിങ്, പിന്നീട് മാസ് വെപ്പൺ ഡിസ്ട്രക്ഷൻ പ്രൊലിഫറേഷൻ. മണി ലോണ്ടറിങ്ങിലൊക്കെയാണ് മ്യാൻമാർ വരുന്നത്. ടെറർ ഫിനാൻസിങ് ഇറാനൊക്കെ വരുന്നത്. മാസ് വെപ്പൺ കാര്യങ്ങളിലൊക്കെയാണ് ഡിസ്ട്രക്ഷൻ കാര്യം പ്രൊലിഫറേഷനിലാണ് നോർത്ത് കൊറിയ വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 105 ഷിഹർ പ്രോഗ്രാമിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 105ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 106 ഫിൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റീസെൻ്റ് ആയിട്ട് സിബി ഫിൻ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ബാൻ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് സിബി ഫിൻ ഇൻഫ്ലുവൻസേഴ്സിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത 107 മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ്സിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ടു ഇൻക്രീസ് മാർക്കറ്റ് ലിക്വിഡിറ്റി ആൻഡ് എൻഷുർ എ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഷെയർ എമംഗ് ഇൻവെസ്റ്റേഴ്സ്. കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 കാനോൺസ് ഓഫ് ടാക്സേഷൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സിലെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 109 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 110 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. വീണ്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നു. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. കൺസ്യൂമർ ഹാവ് ദ റൈറ്റ് ടു സേഫ്റ്റി, ടു നോ അബൌട്ട് സേഫ്റ്റി. കൺസ്യൂമർ ഹാവ് ടു ബി ഇൻഫോംഡ്, ടു ഹേർഡ് കൺസ്യൂമർ അവയർനെസ്. ഇത് എല്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ആണ്. ഓല 2 വീലർ ഇലക്ട്രിക്സ് അവർ ഒരു ഷോർട്ട് കോസ്റ്റ് നോട്ടീസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രോഡക്ട്സിൽ ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ഷോർട്ട് കോസ്റ്റ് നോട്ടീസ് അതിൻ്റെ കറണ്ട് അഫയേഴ്സിലുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത 111 ബൈബിൾ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1956. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത മറ്റേണിറ്റി ബെനിഫിറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2017 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ 26 വീക്സ് എന്നാണ് പറയുന്നത്. 26 വീക്സ് ആണ്, പക്ഷേ അത് ബയോളജിക്കൽ മാത്രമാണ്, സെർഗേറ്റ് മദേഴ്സിനില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി 50 എംപ്ലോയീസ് കൂടുതൽ വേണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത 113 16th ഫിനാൻസ് കമ്മീഷൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. ഇത് ഏപ്രിൽ 1 ആണ്, 2026 ഏപ്രിൽ 1 മുതലാണ് വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 114 പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന് കീഴിലാണ് വരുന്നത്. മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിനല്ല, മിനിസ്റ്റർ ഓഫ് കൺസ്യൂമേഴ്സ് എന്നാണ്. അടുത്ത 111 ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം, 5 സ്റ്റാർ, നമുക്കറിയാം 5 സ്റ്റാർസ് അത് സേഫ്റ്റി ഇഷ്യൂസിന് ബേസ് ചെയ്തിട്ടുള്ള. സോ ക്വസ്റ്റ്യൻ നമ്പർ 115 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ 3400 വെയിറ്റ് വേണം, സേഫ്റ്റി അസിസ്റ്റൻസും കാര്യങ്ങളാണ്. അതായത് ഏതൊരു കാറ് മേടിക്കുമ്പോഴും ആ കാറ് പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോഴും കുറച്ച് സേഫ്റ്റി ക്രൈറ്റീരിയസ് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് ഈ പ്രോഗ്രാം. അടുത്ത 116 ഫെയിമിന് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫെയിം ഒരുപാട് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എല്ലാം ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദി സ്കീം എയിംസ് ടു എൻകറേജ് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ബൈ ഓഫറിംഗ് ലോൺസ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ല, ലോൺസ് ഒന്നും ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ല, ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്. ഓഫ് റോഡ് പ്രൈസിലൊക്കെ പിന്നെ വരുന്നുണ്ട്. അതായത് എടുക്കുന്ന ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക അങ്ങനെയൊന്നുമില്ല. അതേപോലെ മിനിസ്റ്റർ ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടിന് കീഴിലല്ല വരുന്നത്, മിനിസ്റ്റർ ഓഫ് ഹെവി വെഹിക്കിൾസിന് കീഴിലൊക്കെയാണ്. അടുത്ത 117 വൺ ഹെൽത്ത് ഇനിഷ്യേറ്റീവിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത IT ആക്ടിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 118 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ഗ്രീൻ ഫണ്ട്സിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 119 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20 പ്രൈവറ്റ് സെക്ടർ ലിമിറ്റിംഗിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 121 കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 122 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് IMF ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ RBI ആണ്, ബൈ ആനുവലി ആണ്. നേരത്തെ അതിൻ്റെ ബേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബൈ ആനുവലി ആണ് RBI പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 123 MSME ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 124 ഗ്രോസ് ക്യാപിറ്റൽ കോസ്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ? ഇറ്റ് ഈസ് നെറ്റ് ഇൻക്രീസ് ഇൻ ദ ഫിസിക്കൽ അസറ്റ്സ് വിത്തിൻ ആൻ എക്കണോമി ഓവർ എ ഗിവൻ പീരീഡ് എക്സ്ക്ലൂഡിംഗ് ഇൻവെൻട്രി ചേഞ്ചസ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 125 പേയ്മെൻറ്റ് ബാങ്ക്സിന് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കമ്പനീസ് ആക്ടിന് കീഴിലാണ് വരുന്നത്. പേയ്മെൻറ്റ് ബാങ്ക് കമ്പനീസ് ആക്ടിന് കീഴിലാണ് വരുന്നത്. അതേപോലെ മറ്റ് നിയമങ്ങളുണ്ട്, പക്ഷേ കമ്പനീസ് ആക്ടിന് 2013 കീഴിലാണ് പേയ്മെൻറ്റ് ബാങ്ക് വരുന്നത്. അടുത്ത 126 ലീക്കേജ് ഇൻ എക്കണോമിക്സ് ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ്. The outflow of money from an economy reducing funds for domestic spending. Option C is the correct answer. അടുത്ത 127 PM Shri ബേസ് നമ്മൾ ഇതിനു മുമ്പേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രലി സ്പോൺസർ സ്കീമാണ്. അതേപോലെ എല്ലാ സ്റ്റേറ്റ്സും ഇന്നും ഇല്ല 40% വണ്ടി ചെയ്യേണ്ട, എസ്പെഷ്യലി ഹിമാലയൻ സ്റ്റേറ്റ്സ്, അതേപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഇത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല ഇത് മാനേജ് ചെയ്യുന്നത്, ലോക്കൽ ബോഡീസൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര വിദ്യാലയം, നവോദയ വിദ്യാലയം. അടുത്ത 128 GDP ഡിക്ലൈനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഒന്നും GDP വരുന്നില്ല. അതേപോലെ ഇമ്പോർട്ട് ഫ്രം അബ്രോഡ് ഒന്നും വരുന്നില്ല.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 129 പേഴ്സണൽ ഇൻകംസിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 130 എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. MSME ഇസ് ദ കറക്റ്റ് ആൻസർ. To provide 3 lakh crore for unsecured loans. അടുത്ത 131 ഫിലിപ്പ് കർവിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. വെർട്ടിക്കൽ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 132 മൺറേഗ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് വെച്ചാൽ 100 days ആണ് മൺറേഗ. പിന്നെ അത് റൂറൽ ആൾക്കാർക്ക് വേണ്ടി ഹൗസ് ഹോൾഡ്സിന് വേണ്ടിയിട്ടാണ്, അർബൻ അല്ല. ആൻസർ കൂടി നൽകിയിട്ടുണ്ട്. 133 സമഗ്ര ശിക്ഷ അഭിയാന ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത 134 China+1 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ടു ഡൈവേഴ്സിഫൈ മാനുഫാക്ചറിങ് ആൻഡ് സോഴ്സിങ് ബിയോണ്ട് ചൈന. ചൈനയെ മാറ്റി നിർത്തുക, ചൈനയിൽ എല്ലാ മാനുഫാക്ചറിങ് നടക്കുന്നത് ഒഴിവാക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള China+1. 135 എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഷിഫ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഫ്രം വേസ്റ്റ് മാനേജ്മെന്റ് ഫ്രം കൺസ്യൂമേഴ്സ് ടു പ്രൊഡ്യൂസ്. അതായത് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അവർക്ക് തന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്നൊരു അതാണ് എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻസർ നൽകിയിട്ടുണ്ട്. എക്സാമ്പിൾ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കമ്പനി തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന, അതായത് ഉപയോഗിക്കുന്ന ആൾ പകരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് മാനേജ് ചെയ്യണം എന്നതാണ് ഇതിൽ വരുന്നത്. അടുത്ത 136ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 137 ഇൻഫ്ലേഷണറി ഗ്യാപ്പിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ GDP ആൻഡ് പൊട്ടൻഷ്യൽ GDP. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 138 ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസ് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ അക്സസ് ടു ഡിജിറ്റൽ സർവീസ് ആൻഡ് യൂട്ടിലിറ്റീസ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 139 എക്കണോമിക് സർവേ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ എക്കണോമിക് സർവേ ബേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് പബ്ലിഷ് ചെയ്യാൻ പാർലമെൻറ്റിൽ വയ്ക്കുന്ന ബേസിൽ നമ്മൾ കണ്ടതാണ്. 1964 മുതലാണ് എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത 140 ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ്സിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. 141 GDP ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. GDPയിലൊന്നും ഇൻകം ഫ്രം എബ്രോഡ് ഒന്നും വരുന്നില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 142 പാരാമെട്രിക് ഇൻഷുറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ടു മേക്ക് ദ പേ ഔട്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രീ ഡിഫൈൻഡ് പാരാമീറ്റേഴ്സ് ഓഫ് ട്രിഗർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 143 ആനുവൽ സർവേ ഓൺ അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത 144 ഗവൺമെൻറ് ഇ മാർക്കറ്റ്. ഓപ്ഷൻ ബി ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് അതിൻ്റെ കീഴിലാണ് വരുന്നത്. 2016 ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത നമ്പർ 45 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത നമ്പർ 146 രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷ അഭിയാന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത കസ്റ്റം ഡ്യൂട്ടീസിൽ എല്ലാം വരുന്നുണ്ട്. തന്നിരിക്കുന്ന എല്ലാം കസ്റ്റം ഡ്യൂട്ടീസിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 148 റോബോട്ട് ടാക്സ്. നമ്മൾ നേരത്തെ റോബോട്ട് ടാക്സിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. റോബോട്ട് ടാക്സ് എന്താണ് റോബോട്ട് ടാക്സ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത 149
contingent reserve arrangement. Option C ആണ് correct answer. To establish framework for emergency financial support among BRIC countries. Option C is the correct answer. അടുത്ത 150 project അസ്മിത ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ്. നേരത്തെ ഒരുപാട് പ്രാവശ്യം 2 പ്രാവശ്യം ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. എസ് സി ഒന്നും വരുന്നില്ല, സി കാറ്റഗറീസ് വരുന്നില്ല. അതേപോലെ ഇറ്റ്സ് സോൺലി അണ്ടർ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് യൂണിയൻ ഗവൺമെൻറ് കീഴിലാണ് വരുന്നുള്ളത്. അടുത്ത 152 പോസിറ്റീവ് ഇൻഡിജിസേഷൻ ലിസ്റ്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 153 സി ബി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. 154 പാഡി കൾട്ടിവേഷൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത 155 എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബേസ് ചെയ്താണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗ്രാൻസ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 156 സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ ബേസിലാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് വരുന്ന രാജ്യം സ്റ്റീൽ പ്രൊഡക്ഷൻ ചൈനയാണ്, അതിനുശേഷം ഇന്ത്യയാണ്. 100% ലിഫ്റ്റ് ചെയ്യാനുള്ളത് സ്റ്റീൽ പ്രൊഡക്ഷനിൽ. അടുത്ത 157 GM ക്രോപ്സ് മസ്റ്റേർഡിന് ബേസിലാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അടുത്ത 158 സീഡ് വില്ലേജ് കൺസെപ്റ്റിന് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ട്രെയിനിങ് ഫാമേഴ്സ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ് ഫോർ അതേഴ്സ് ആൻഡ് ഹൈ റൈറ്റ് ടൈം അഫോർഡബിൾ കോസ്റ്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 159 ടാക്സ് ബിയോൺസി. നേരത്തെ ടാക്സ് ബിയോൺസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ദ റിലേഷൻ ബിറ്റ്വീൻ ഗ്രോത്ത് റേറ്റ് ഓഫ് ടാക്സ് റവന്യൂ ആൻഡ് ഗ്രോത്ത് റേറ്റ് ഇൻ ഓഫ് എൻ എക്കണോമി. ടാക്സ് ബിയോൺസിയും ടാക്സ് ഇലാസ്റ്റിസിറ്റിയും ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അടുത്ത 160 ഏഞ്ചൽ ടാക്സ് റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ബാൻ അബോളിഷ് ചെയ്തു. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിലുള്ളത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അൺലിസ്റ്റഡ് കമ്പനീസിനാണ് ഉള്ളത്. യൂണിയൻ ബഡ്ജറ്റ് 2024-25 ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തു. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിലുള്ള അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. അൺലിസ്റ്റഡ് കമ്പനീസിന് ഈ ഏഞ്ചൽ ടാക്സ് ഉള്ളത്. സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്കും മണി ലോണ്ടറിങ്ങിൻ്റെ ബേസ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് കൊണ്ടുവരുന്നത്. അടുത്ത 161 പി എം പോർഷൻ. ഓപ്ഷൻ എ ആണ് നോട്ട് കറക്റ്റ് വരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലാണ് വരുന്നത് PM പോർഷൻ. അടുത്ത 162 ക്യാപിറ്റൽ അസറ്റ്സിലേക്കാണ് വരുന്നത്. സെക്കൻഡും തേർഡും വരുന്നുണ്ട്, അഗ്രികൾച്ചർ ലാൻഡ് വരുന്നില്ല. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 163 ഫിസിക്കൽ കൺസോളിഡേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഗവൺമെൻറ് ഡെഫിസിറ്റ് ആൻഡ് ഡെപ്റ്റ് അക്യുമുലേഷൻ. ഫിസിക്കൽ കൺസോളിഡേഷൻ ഗവൺമെൻറ് ഡെഫിസിറ്റ് കുറയ്ക്കുക കാര്യങ്ങളാണ് ഫിസിക്കൽ കൺസോളിഡേഷൻ വരുന്നത്. അടുത്ത 164 നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന് ബേസ്ഡാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. അടുത്ത 165 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അടുത്ത 166 ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മൾ ഹോൾസെയിൽ പ്രൈസും കൺസ്യൂമർ പ്രൈസും ഏതൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. 167 നാഷണൽ ടൈം റിലീസ് സ്റ്റഡി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. സെൻട്രൽ ബോർഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് നാഷണൽ ടൈം റിലീസ് സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത 168 പ്രസാദ് സ്കീം. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത 169 ട്രേഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓപ്ഷൻ സി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 170 നാഷണൽ കമ്മീഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ₹15,000 ആണ്. അടുത്ത 171 നോട്ട് കറക്റ്റ് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ്. They can register only under Societies Registration Act, Companies Actലാണ്. അടുത്ത 172 പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. നേരത്തെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ബേസിക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്.
ഓൺലി ഡൊമസ്റ്റിക് കമ്പനീസ് ആണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ, ഡൊമസ്റ്റിക് ഫോറിൻ കമ്പനീസും ഉണ്ട്. അടുത്ത 173 ടാക്സ് നെറ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടേം ബേസ് ചെയ്ത് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് എൻറ്റിറ്റീസ് ദാറ്റ് ആർ സബ്ജക്ട് ടു ടാക്സേഷൻ ആണ് ടാക്സ് നെറ്റ് എന്ന് പറയുന്നത്. അടുത്ത യൂണിയൻ പ്ലാറ്റ്ഫോമിൻ്റെ ബേസ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂണിയൻ പ്ലാറ്റ്ഫോം നേരത്തെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ബേസ് ചെയ്ത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ബെനിഫിഷ്യൽ റെക്കോർഡ് ഫ്രം കോവാക്സിൻ കനോട്ട് ബി അസസ്ഡ് എന്ന് പറയുന്നു. ക്യാൻ ബി അസസ്ഡ്. കോവിഡ് ടൈമിലാണ് ഇത് വരുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 175 നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. പീപ്പിൾ, പ്രോസസ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ആർ ദ 3 കീ പില്ലേഴ്സ് ഓഫ് നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. The National Urban Digital Mission is a program that aims to digitize municipal service in India. It was launched in 2021 by the Ministry of Housing and Urban Affairs and Ministry of Electronics and Information Technology. And Ministry in the initiative on the ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. That's all. Thanks for watching.